മാനിറ്റർ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോക്സ് യു. നിങ്ങളെ പുറകിൽ അവനുണ്ടാവും. ഇൻവിസിബിൾ ആൻഡ് ഹീസ് ബിഹൈൻഡ് യു ആൻഡ് ഹി വിൽ കിൽ യു. കടിച്ച് പൊട്ടിക്കുക ചെയ്യും. സ്റ്റോക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മാനിറ്റർ ആണ്. എത്ര കാലം നമ്മൾ ഫോം 44 ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഹീസ് ഓൺ ഹണ്ട്. ഞങ്ങളെല്ലാം പാനിക്കായി. ആരെ കിട്ടിയാലും ഇത് അടിക്കുന്നുള്ള. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ട ക്രിസ്മസ് പോലും ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടില്ല. കാട്ടില് ഒരു ആനയോ ടൈഗറോ എന്തെങ്കിലും ചരിഞ്ഞോ അല്ല ചത്ത് കിടക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് അറിയുക? അപ്പോൾ ഇത് കൃത്യമായ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിസം ഉണ്ട് ഇതിന്. ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ പലതും ഇത് ചെറിയ ചെറിയ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സെക്ഷനിലൊക്കെ ഒരു സ്റ്റാഫ് ഉണ്ട്, അയാളുടെ കീഴിൽ ബീറ്റ് വാച്ചേഴ്സ് ഉണ്ട്. ഇവർ ഫീൽഡ് കമ്പൾസറി അവർ പോയേ പറ്റും. പോയിട്ട് അവർക്ക് ട്രാക്ക് ഉണ്ട്, അവർ തപ്പി എടുക്കണം. കാർക്കസ് ഒന്നുമില്ലാണ്ട് പോയി കണ്ട് പിന്നെ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അവർക്ക്, സ്റ്റാഫിന് പ്രശ്നമാണ്. നെക്സ്റ്റ് വിത്ത് എ ഗൺ ദേ ഗോ ടു ദ ഫോറസ്റ്റ്. പിന്നെ പല പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. വൾച്ചർ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ വൾച്ചർ കുറവാണ്. കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിനകത്ത് കാക്ക കരഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അവിടെ കാണാം, ഒരു കാർക്കസ് കാണാം, ഒരു ബോഡി കാണാം കാട്ടിനകത്ത് കേട്ടോ. ഓക്കെ, കാട്ടിൽ ഈ കാക്കകൾ വരും അവിടെ. കാക്ക കരഞ്ഞു കേട്ടാൽ നമുക്ക് പറയാം, അപ്പം പറയും ട്രാവൽ സാറേ അപ്പുറത്ത് എന്തോ തട്ടിക്കിടപ്പുണ്ടെന്ന് പറയും. പിന്നെ ആനിമലിൻ്റെ ബിഹേവിയർ, പല ക്രോണിക് ഡിസീസുള്ള ആനിമൽ ആദ്യം ചെയ്യുക എന്താണെന്നറിയാം. ഫോർ എക്സാമ്പിൾ ഒരു ഇഞ്ചുവേർഡ് എലഫൻറ്റ് ഒന്ന് പഴുത്ത് ആകെ നാശമായി, അത് ആദ്യം ചെയ്യുക എന്താണെന്നറിയാം. എങ്ങോട്ടാ പോകുന്നറിയാം? വെള്ളത്തിനടുത്തേക്ക്, വാട്ടർ ബോഡിയുടെ അടുത്തേക്ക്. കാരണം അതിന് ഏറ്റവും ആദ്യം വേണ്ടത് വെള്ളം കുടിക്കുക എന്നുള്ള. അപ്പോൾ ആദ്യം വാട്ടർ ബോഡി ഏരിയ അവർക്കറിയാം, ഇവിടെ എത്ര വാട്ടർ ബോഡീസ് ഉണ്ട്, അവിടെ ആനിമൽസ് ആദ്യം ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ക്ലൂ നോക്കും. പിന്നെ ഇവർ പോകുന്ന ട്രാക്കിംഗ് ഏരിയ ഉണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞു വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൈ സക്സസ് ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കാർക്കസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ, എലഫൻറ്റ് കാർക്കസ് എടുക്കുകയാണെങ്കിൽ ഒരു 50% കാർക്കസും എനിക്ക് 24 hours കിട്ടുന്നുണ്ട്. ഒരു 10% മാത്രമേ എല്ല് മാത്രമായിട്ട് സ്കാവൻ ചെയ്യുന്നു. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്കാവൻ ചെയ്യുമല്ലോ ബോഡി. അപ്പോൾ ഞങ്ങൾ രസകരമായ ഞങ്ങളൊരു എക്സ്പീരിയൻസ്, ഒരു ആന ഡെഡായപ്പോൾ ഞങ്ങൾ 4 ക്യാമറ ചുറ്റും വെച്ചു നോക്കി. 2 ആഴ്ച നോക്കി. 20-22 സ്പീഷീസാണ് ഈ കാർക്കസിന് മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മാംസം തിന്നാൻ വരുന്ന കടുവ മുതൽ, സ്കാവഞ്ചറാണ് കടുവ. സ്കാവഞ്ചറിലെ ഒറ്റ സ്പീഷീസിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതാണെന്നറിയോ? ലെപ്പേർഡ് സ്കാവൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര സർപ്രൈസ്. ഈ ക്യാച്ച് സ്കാവൻ ചെയ്യുന്നത് വൈൽഡ് എത്ര 100 പോസ്റ്റ്മോർട്ടത്തിന് മുകളിൽ ഡാറ്റയുടെ മുകളിൽ ഞാൻ പറയുന്നത്. ടൈഗർ ഒന്നാം തരം സ്കാവഞ്ചർ. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി ഔട്ട് പോയി കഴിഞ്ഞാൽ, പണ്ടൊക്കെ ചെയ്താൽ ഈ ബോഡിയെല്ലാം കത്തിച്ച് കളയായിരുന്നു ചെയ്യുക. പിന്നെ അതിന് ശേഷമാണ് നമ്മളത് മാറ്റം വരുത്തിയത്. അതായത് ഡിസീസ് അല്ലെങ്കിൽ ഹെർപ്പീസ്, TB പോലുള്ള ഇൻഫെക്ഷസ് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ ബോഡി അതേപോലെ വെറുതെ വിടും. അപ്പോൾ അവിടെ ക്യാമറ വെച്ചപ്പോഴാണ്ട് ഈ ടൈഗർ വരുന്നുണ്ട്, വൈൽഡ് ഡോഗ് വരുന്നുണ്ട് സ്കാവൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സിവറ്റ്സ് ഒക്കെ വരുന്നുണ്ട് സ്കാവൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രൗൺ ഫിഷ് ഹോൾ വരുന്നുണ്ട്. ഇത് മൂങ്ങ, വലിയ മൂങ്ങ. എന്തിനാണെന്നറിയോ? ഇതിനെ പുഴുവിനെ തിന്നാൻ വേണ്ടിയിട്ട്, മാഗട്ട് തിന്നാൻ വേണ്ടിയിട്ട്. മാൻ വരുന്നുണ്ട്, എല്ല് കൂടുതൽ കരളിൽ നിന്ന്. മുള്ളമന്തിൻ്റെ ഈ ഓരോ മുള്ളും വേണം, കാൽസ്യം വേണം. ഓക്കെ, ഈ കാൽസ്യം എവിടുന്ന വരുന്നത്? ഈ എല്ലിന്നാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഡിപ്പെൻഡ്. അതൊരു വലിയൊരു എക്കോസിസ്റ്റമാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോൺസ് മാത്രം വരുന്ന സിറ്റുവേഷൻ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളാകെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വെട്രോ ലീഗൽ കേസസ് മാത്രമേ ഉള്ളൂ. വെട്രോ ലീഗൽ കേസുകൾ വെടിവെക്കുക, വിഷം കൊടുക്കുക, അങ്ങനത്തെ അസ്വാഭാവിക മരണത്തിന് മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്തു. അവിടെ നമ്മൾ മാറ്റുക. എല്ലാ ആനിമൽസിനും നമ്മളിപ്പം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയാണ്. ഏത് കാട്ടിൽ ഏത് ഡെഡായാലും അത് നാച്ചുറൽ ആണെങ്കിൽ നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കും. അല്ലതിനാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും. അത് ഡിസീസ് ആവാം, വിഷമാവാം, ആരോ ആവാം, ഇലക്ട്രോക്യൂഷൻ ആവാം. ഇത്ര വർഷം ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അന്ന് കണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും ജൈവ വൈവിധ്യ സസ്യങ്ങളായാലും ജീവിവർഗങ്ങളായാലും എന്തെങ്കിലും കാണാൻ പറ്റാതെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ടോ? റീജിയണൽ ആയിട്ട്. ഫോർ എക്സാമ്പിൾ വയനാട് വലിയ സാങ്ച്വറിയിലെ കാട്ടുപോത്തിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കടുവ കൂടിയതുകൊണ്ടാണോ? കാരണം കടുവ കൂടിയോണ്ടാവാം. കാട്ടുപോത്തിനെ കഴിക്കുമല്ലോ. കടുവയുടെ ഏറ്റവും പ്രിഫേർഡ് ഫുഡ് കാട്ടുപോത്താണ്. അതാണോ കാരണം? ആയിരിക്കാം. പണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മാൻ്റെ കൂട്ടമുണ്ടെങ്കിൽ 100 കണക്കിന് മാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കൂട്ടത്തിന് എനിക്ക് കാണാനില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 10-12 മാൻ്റെ ഉള്ള ചെറിയ കൂട്ടങ്ങളാണ് വയനാട് വൈൽഡ് സാങ്ച്വറി കേട്ടോ.
അപ്പോൾ അത് കൃത്യമായിട്ട് അതിന് മോഡലുണ്ട്. ഹൈ പ്രിഡേറ്റർ സിറ്റുവേഷനിൽ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് പോകും. കാട്ടുപോത്തിൻ്റെ എണ്ണം വ്യാപകമായിട്ട് വയനാട് വരില്ല. കാരണം 50-60 ഉള്ള കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് 98-99 ഇപ്പം എന്ന് പറഞ്ഞാൽ ലിറ്ററലി. അതുപോലെ വയനാട്ടിൽ കാട്ടുപോത്തിന്റെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും കടുവയുടെ എണ്ണവും ആനയുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഓരോ തവണയും കൂടുന്നില്ല. ആനയുടെ എണ്ണം കൂടിയെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. എണ്ണം കൂടി. അപ്പൊ കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ ഈ പുതിയ സെൻസിലൂടെ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം തന്നെ അത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്തൊരു സെൻസാണ്. അത്രയും എണ്ണം കൂടുന്നതും അവയ്ക്ക് ഫുഡില്ലാത്തതും കൊണ്ടും കൂടി ആയിരിക്കില്ലേ അപ്പൊ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക. ഇവർ തമ്മിലുള്ള ഇൻഫൈറ്റ് നടക്കും. ഇപ്പം ടൈഗറിന്റെ കേസ് ടെറിട്ടോറിയലാണ്. ഈ ടെറിട്ടറി വികസിപ്പിക്കേണ്ടി വരും അവൻ്റെ ഫുഡിന്റെ റിക്വയർമെന്റിന് വേണ്ടി. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 2.5 സ്ക്വയർ കിലോമീറ്റർ ഒരു ടൈഗർ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അന്ന് ഹൈ പ്രേ പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ പ്രേ പ്രിഡേറ്റർ റേഷ്യോ എന്ന് പറയും. അത് ഹൈ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് വ്യാപിക്കും. പക്ഷെ വൺസ് ഒരു പ്രേ പോപ്പുലേഷൻ കുറയുന്നതോട് ഇവരുടെ റിക്വയർമെന്റ് കൂട്ടാൻ വേണ്ടി ഹോം റേഞ്ച് കൂട്ടി വരേണ്ടി വരുമ്പം ഇവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും, ഇഞ്ചുറി പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പം നേരെ പുറത്ത് വരും. കടുവേനെ അങ്ങനെ ഇഞ്ചോർഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. നമ്മൾ അതെല്ലാം കോൺഫ്ലിക്റ്റ് ആനിമലാണ്. നമ്മൾ പിടിച്ച ആനിമലിൽ 90% ഇഞ്ചുവേർഡ് ആനിമൽ, ഇൻഫൈറ്റിൽ ഇൻജുവേർഡ്. നമ്മൾ ടൈഗറിൻ്റെ കോൺഫ്ലിക്റ്റ് നമ്മൾ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഫ്ലോട്ടർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഫ്ലോട്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കടുവ 2 വയസ്സാകുമ്പം കൂട്ടത്തിൽ നിന്ന് മാറും. അതായത് തള്ള പറഞ്ഞു വിടും. അപ്പോൾ അയാൾ ഇങ്ങനെ നടക്കുകയാണ്, എവിടെ ഒരു സ്ഥലം കിട്ടണം. അപ്പോൾ വലിയ വലിയ കടുവകളാണ്. 60% ബാക്കിയുള്ളവന്മാരെ അടിച്ച് കഴിക്കും. കാനിബാളിസം ഉണ്ട്. പൂച്ചയെ പോലെ തട്ടും, അവരെന്നെ കഴിക്കും. അത് കഴിഞ്ഞ് അവരിങ്ങനെ നടന്ന് പോയി നോക്കും. ഒരു അബാൻഡൻഡ് എസ്റ്റേറ്റിൽ നിൽക്കുന്നു. അവിടെ ആരുമില്ല. അവിടെ ചെറിയ കുറേ മാനുണ്ട്. അവൻ അങ്ങോട്ട് കയറി. തൊട്ടടുത്ത് പശുവിനെ കെട്ടിയിട്ടുണ്ട്. പശുവിനെ പിടിച്ചു. അവൻ കോൺഫ്ലിക്റ്റ് ആനിമലായി. അങ്ങനെ ഫ്ലോട്ടർ ഗ്രൂപ്പ്. രണ്ടാമതാണ് ഞാൻ പറഞ്ഞ ഈ ഗ്രൂപ്പ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻഫൈറ്റ് വന്നു, എസ്പെഷ്യലി ബ്രീഡിങ് സീസണിലാണ്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആകുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ക്രിസ്മസ് പോലും ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടില്ല. കടുവയുടെ പറയുന്നത് ആ സമയത്ത് ഇൻഫൈറ്റ് ഉണ്ടാവും. ഇൻഫൈറ്റ് വരും. ഇൻഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കും, കടിച്ച് പൊട്ടിക്കുക ചെയ്യാം. ഏത് ഹ്യൂമറസ് ഇല്ലെങ്കിൽ ഇവിടെ കടിച്ച് പൊട്ടിച്ച് കളയുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് ഓടാൻ പറ്റില്ല, ഇയാൾക്ക് ഹണ്ട് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയ അയാൾ തട്ടുകയും ചെയ്യും. ഇയാൾ എന്ത് ചെയ്യും? നേരെ കാടിൻ്റെ ഫ്രഞ്ചിലേക്ക് വരും. ഇപ്പോഴത്തെ ഗ്രാമമാണ്. ഈ ആനിമൽസ് എല്ലാം പിടിക്കുന്ന ഏത് ആനിമൽസിനെ പറയും? സ്റ്റോൾ ഫെഡ്, അതായത് കെട്ടിയിട്ട് നിൽക്കുന്ന ആലേന്നാണ് പിടിക്കുന്നത്. പശുവിൻ്റെ 100-600 പശുക്കൾ വേറെയുണ്ട് ഇവിടെ കാട്ടിൽ, ട്രൈബൽസിൻ്റെ. ഒന്നിനും തുറത്തില്ല. ഇത് പിടിക്കുന്ന കംപ്ലീറ്റ് കെട്ടിയിട്ട അത്രയും വയ്യാത്ത വളരെ സിമ്പിളാണ് മാനേജ്മെൻറ്റ്. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ പിടിച്ച് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുകഴിഞ്ഞാൽ അപ്പം അടുത്ത ദിവസം അടുത്ത സ്ഥലത്ത് വന്ന് ഇറങ്ങും. അതങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ കാട്ടിൽ വന്ന് നിൽക്കും, ഇറങ്ങും. സിമ്പിളാണ്. എടുത്ത് ആ കാർക്കസ് അതേപോലെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സ് പോകുന്നതിന് മുമ്പ് വീണ്ടും കയറി. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസീസ് ഉണ്ട് ടൈഗറിൽ. ഫോർ എക്സാമ്പിൾ പെരഗോണിമസ് വെസ്ട്രമാനി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂക്ക്, പരന്ന വര ലങ്സിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ബബിൾ ബാഗ് പോലെ ഇരിക്കും. ഓക്കെ, ലങ്സിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ടാവും. അതിനകത്ത് ഇങ്ങനെ 2 വരയും കൂടി ഒരുമിച്ചായിരിക്കാം. ഓക്കെ, ഇത് ചില ആനിമൽസിന് വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ ലങ്സ് അങ്ങ് നശിച്ചു പോകും. പക്ഷെ അതിന് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഓടാൻ പറ്റില്ല. ഇതിന് ഒളിഞ്ഞും പാത്തുകയും നടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായാണ്. രാത്രി പോയി പശുവിനെ പിടിക്കും. അതും കെട്ടിയിട്ട് പശുവിനെ പിടിക്കും. മെല്ലെ പിന്നെ ആ സൈഡിൽ നിൽക്കില്ല അയാൾ. അടുത്ത സ്ഥലത്തൂടെ പോയി നമ്മൾ ഡാറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാലിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും ഈ സാധനം പോവുക. വെരി ഡിഫിക്കൽട്ട്. അതൊരു കണ്ടീഷൻ. ഡ്രൈവർ. പിന്നെ ഉള്ള മാനേജർ. എന്ന് പറഞ്ഞാൽ ഹ്യൂമനെ മാത്രമേ സ്റ്റോക്ക് ചെയ്തിട്ട് അപൂർവം. നമുക്ക് 6 കേസ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ഈ വർഷം. പക്ഷേ 3 കേസ്. മാനീറ്റേഴ്സിന് ഇരിക്കില്ല പോയി ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനൊരു മാനീറ്റേഴ്സ് നമ്മൾ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല, ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ. അതെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോക്ക് ചെയ്യുക ചെയ്യാം. അതായത് മറ്റേന്ന് പറഞ്ഞാൽ എൻകൗണ്ടർ ആയിരിക്കാം. നിങ്ങൾ റണ്ണിങ് ഇൻ ടു സിറ്റുവേഷനാണ്. കടുവ നിൽക്കുന്നു, നിങ്ങൾ ഓടിപ്പോയി കയറുന്നു, നിങ്ങൾ അടിക്കുന്നു. ചിലപ്പോൾ അത് കഴിച്ചെന്നിരിക്കും, ഒരു ക്യൂരിയോസിറ്റി മുകളിൽ കഴിച്ചെന്നിരിക്കും. നമ്മളെ കിട്ടിയ കേസുകൾ കംപ്ലീറ്റ് അങ്ങനത്തെ കേസുകളിൽ നിന്ന് ഒരാൾ ടോയ്ലറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാന്നുള്ളതാണ്. ഇത് കൊന്നു. രണ്ടാമത്തെ ആൾ കുരുമുളക് പറക്കിയായിരുന്നു ഒരു മരത്തിൻ്റെ മുകളിൽ, ചാടിക്കറി പിടിച്ചു. ഓക്കെ,
അതൊന്നും പക്ഷേ ആനിമൽസ് ഞങ്ങൾക്ക് അറിയാം, പിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പിന്നെ കോൺഫ്ലിക്റ്റ് ചെയ്തിട്ടേ ഇല്ല, ഹ്യൂമൻ പിടിച്ചിട്ടേ ഇല്ല. മാനിറ്റർ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റോക്സ് യു. സ്റ്റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പുറകിൽ അവനുണ്ടാവും. ഞങ്ങൾക്ക് ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളെ പുറകിൽ അവൻ ഉണ്ടാവും, ഇൻവിസിബിൾ, ആൻഡ് ഹീസ് ബിഹൈൻഡ് യു ആൻഡ് ഹി വിൽ കിൽ യു. അവിടെ നമ്മൾ മയക്കോടി വെക്കാമെന്നോ കൂടെ ഒന്നും വെച്ചാലൊന്നും കയറുകയല്ല. വയനാട്ടിൽ ഈ അടുത്തൊരു സംഭവം ഉണ്ടായല്ലോ, ഒരു സ്ത്രീയെ പുല്ലരിയാൻ പോയ സ്ത്രീയെ കടിച്ചു കൊന്ന കേസ്. അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര പാനിക്കായിരുന്നു, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെയാണ് സാധാരണ അവിടേക്ക് എത്തുന്നത്. അതിനെ നിങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ പിറ്റേ ദിവസം നമ്മളെല്ലാവരും കേൾക്കുന്നത് കടുവ ചത്ത നിലയിൽ ചത്തു എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അന്ന് പലരും പറഞ്ഞിരുന്നു ചത്തതാണോ കൊന്നതാണോ എന്നുള്ളതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ശരിക്കും അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഹോണസ്റ്റ്ലി പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്, പക്ഷേ അങ്ങനെയല്ല. ആ പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് പറഞ്ഞാൽ നാഷണൽ ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ പ്രസൻസിൽ വെച്ചിട്ടാണ്, പോലീസിൻ്റെ പ്രസൻസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഞാനില്ല, ഞാൻ മാറിയിരുന്നു, എക്സ്പേർട്സ് പോസ്റ്റ്മോർട്ടം ചെയ്തു. സംഭവം നടക്കുന്നത് ഞാൻ ദിവസം മറന്നുപോയി. ആക്ച്വലി ജാനുവരിയാണ്. ഇവർ രാധ എന്ന് പറഞ്ഞ സ്ത്രീ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനിമൽ അവരെ അറ്റാക്ക് ചെയ്തു, കഴിച്ചു. അപ്പോഴാണ് നമുക്ക് വരുന്നത് ഒരു 11 മണിയാണ്. നമ്മൾ പറന്ന് വന്നു, നമ്മൾ ടീമെല്ലാം വന്ന് നോക്കി ഫസ്റ്റ് എവിഡൻസ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സ്റ്റോക്ക് ചെയ്താണ്, ഇത് പതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വയലാണ്, ഇതിൻ്റെ സൈഡിലെ കാടിൽ കൃത്യമായിട്ട് ഇത് പതുങ്ങിയ, പല രീതിയിൽ മാറി പതുങ്ങിയ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കടുവയുടെ മുന്നിൽ പോയി പെട്ടുപോകുന്ന സിറ്റുവേഷനും വ്യത്യാസമുണ്ട്. ഇത് കൃത്യമായിട്ട് കിടന്നിട്ടുണ്ട്, ഇവരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള രോമങ്ങളുണ്ട്, നല്ല എവിഡൻസായി. അപ്പോൾ നമ്മൾ കുറച്ച് പാനിക്കായി, ഇതൊരു മാനിറ്റർ ആണോ എന്നുള്ള ഒരു സംശയം. ഇനിയിപ്പോൾ ചിലപ്പം അല്ലാണ്ട് അബദ്ധം പറ്റിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അലേർട്ടാക്കി നമ്മൾ ഫുൾ ടീം ഫോം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ലേഡി പറഞ്ഞു ഞാനിതിനെ കണ്ടു, ഈ ഒരു കടുവ വന്നു. അപ്പോൾ ചെറിയൊരു ഗ്രാമം ഉണ്ടോ, അപ്പോൾ അവിടുന്ന് നമ്മൾ ഓടിപ്പിടിച്ച് വന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഈ ആൾക്കാർ പാനിക്കായി കഴിഞ്ഞാൽ ആൾക്കാർ ഹലൂസിനേറ്റ് ചെയ്യും, അത് സ്വാഭാവികമാണ്, ആൾക്കാരെ കുറ്റം പറയരുത്. അപ്പോൾ എന്താണെങ്കിലും അത് കടുവയാണെന്ന് അവർ വിചാരിക്കും. അതായിരിക്കും എന്ന് വിചാരിച്ചു. ഇവരിങ്ങനെ തുണി വിരിച്ചിടാൻ പോകുമായിരുന്നു, വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അവർ നോക്കുമ്പോൾ ഒരു മോഡിലാണ് റോഡ്, അവിടെ നോക്കുമ്പോൾ ഇയാൾ നേരെ നോക്കുന്നുണ്ട്, ഇരുന്ന് നോക്കുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു, വീട്ടിൽ കയറി വിളിച്ചു. ഞങ്ങൾ വന്നു. ഞങ്ങൾ ഓടിപ്പിടിച്ച് വന്നപ്പം ഉള്ളിൽ വന്നു, മേ ബി അവർ സ്ത്രീയാണ്, അവർ മറ്റേ പേടിച്ചിട്ടായിരിക്കാം. വന്ന് നോക്കുമ്പോൾ അല്ല, കൃത്യമായിട്ട് ഇയാളെ ഹെയർ ഉണ്ട്, ഇയാൾ സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പാനിക്കായി, ഇത് വിടില്ല എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ സ്റ്റോക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മാനിറ്റർ ആണെന്നുള്ളത്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഫുൾ ഫോമിൽ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഫുൾ ഫോമിൽ ടീം എല്ലാം ആയിട്ട് നമ്മൾ കാട്ടിലേക്ക് കയറി. ഈ നാട്ടിൽ കൂടെ അങ്ങനെ കാട്ടിലേക്ക് കയറി. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തിരുന്നു, ഒരു ചായ കുടിക്കാൻ അല്ല വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിരുന്നു. അത്രയേ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എണീറ്റ പാടെ. അപ്പം ഞങ്ങൾ സാധാരണ ഒരു ആരോ ഫോർമേഷനിലാണ് പോവുക. എന്തുകൊണ്ടെന്ന് അറിയില്ല, ഒരു ആരോ എന്ന് പറഞ്ഞാൽ ബിഗ് ടീമാണ്. കടുവ ആക്രമിക്കാൻ ഒന്ന് മടിക്കും, അതുകൊണ്ട് ആരോ ഫോർമേഷനിലാണ്. ഷോട്ടേഴ്സ് ഉണ്ടാവും, ഗൺമാൻ ഉണ്ടാവും, ഡാക്ടർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ആ ഫോർമേഷന് മുമ്പ് അങ്ങ് എണീറ്റപ്പോഴേക്ക് പുറകിലുള്ള ആളെ അറ്റാക്ക് ചെയ്യും. അത് ഞങ്ങളെ കൃത്യമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങളുടെ മൂവ്മെൻറ്റും എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. കുട്ടി ഭയങ്കര ബോൾഡായിരുന്നു. ഷീൽഡ് ചതറിപ്പോയി. അപ്പോഴേക്കും നമ്മൾ മുകളിലേക്ക് വെടിവെച്ചു, പട്ടപട്ടപടാ വെടിവെച്ചു. ആനിമൽ ഓടി. അങ്ങനത്തെ ഒരു സമയത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചുറ്റും നിൽക്കല്ലേ, ഷൂട്ട് ചെയ്ത ആൾക്കാർക്കാ കൊള്ളുക. മേലോട്ട് വെക്കാന്നുള്ള മാത്രം അല്ല, നിവൃത്തിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. നിവൃത്തിയില്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടി. അപ്പം ഞാനൊക്കെ അറ്റാക്ക് ചെയ്ത സമയത്ത് ആൾക്കാർ, ആനിമൽ എൻ്റെ മുകളിലാണ് കിടക്കുന്നത്, പക്ഷേ ഷൂട്ട് ചെയ്തും ചിലപ്പോൾ എനിക്കായിരിക്കും കൊള്ളുക. അപ്പം അത് ഒരു അത്രല്ലെങ്കിൽ അത്ര ഷൂട്ടർ ആവണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, ചെയ്യണം. പക്ഷെ എനിവേ അതിൻ്റെ ആവശ്യം ഒന്ന് സെക്കൻഡ്സിനുള്ളിൽ എല്ലാവരും പട്ടപട്ടാ മേലോട്ട് വെടിവെച്ചു. സാധനം പേടിച്ച് ഓടി ഞങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നേരെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6-7 മണി ഞങ്ങൾ കോൾ ഓഫ് ചെയ്തു. ഡ്രോൺസ് വെച്ചു, തെർമൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻഫ്രാറെഡ് ഇമേജ് കിട്ടും. കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് നോക്കി, കടുവയുടെ അനക്കല്ല. നമ്മൾ ഇത് എങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നാൽ കിട്ടും, നമുക്ക് ചുവന്ന നിറത്തിൽ കിട്ടും, ആനയെ കിട്ടും, ബാക്കിയെല്ലാത്തിനും കിട്ടുന്നുണ്ട്. ഒരു 12 മണിയായപ്പോൾ അതേ സമയത്ത് പട്രോളിംഗ് ടീമുണ്ട്, ഇങ്ങനെ എല്ലാം ജീപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം പാനിക്കായി, കാരണം ഇത് സിറ്റുവേഷൻ ആരെ കിട്ടിയാലും ഇത് അടിക്കുന്നുള്ള സിറ്റുവേഷൻ. നാട്ടുമ്പുറാണ്, ആൾക്കാർ നടക്കുകയാണ്. എത്ര കാലം നമ്മൾ 44 ഡിക്ലെയർ ചെയ്യാൻ പറ്റും? ആൻഡ് ഹീസ് ഓൺ ഹണ്ട്. ഓക്കെ,
12 മണിയായപ്പം 12 ഒരു 2:30 ആയപ്പം കോൾ വന്നു, റോഡ് ക്രോസിംഗ് ഒരു ടൈഗർ റോഡ് ക്രോസിംഗ്. അപ്പോഴേ ഞങ്ങൾ ഓടിപ്പിടിച്ചു വന്നു. പിന്നെ ഞങ്ങൾക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല, നൈറ്റാണോ ഡേ ആണോ നിന്ന് ചിന്തിക്കാണ്ട് അവിടെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ആൾക്കാരെ സേവ് ചെയ്യുക, ടൈഗറിനെ സേവ് ചെയ്യുക. ആനിമലിനെ കിട്ടി, അടിച്ചു, മയക്കോടി വെച്ചു ഇത് കാട്ടിനകത്തേക്ക് പോയി. ഇരുട്ടാ, ഒരു തിണ്ടിന് താഴെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കയറണ്ടെന്ന് പറഞ്ഞു. 3 മണിയാണ്, കയറണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണ്, സേഫ് അല്ല, നൈറ്റാണ്. ടൈഗറിന് കണ്ണ് കാണാം, നിനക്ക് കാണാൻ പറ്റില്ല. അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കയറണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് സമയത്താണ് ഒരു അലർച്ച കിട്ടും, ഭയങ്കര ഒരു അലർച്ച കിട്ടും. അപ്പോൾ ഞങ്ങൾ ഡ്രോൺ നോക്കുമ്പോണ്ട് ഒരു ടൈഗർ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലായി കൊണ്ടിട്ടില്ല, ഇത് ഇരുട്ടത്തല്ല നമ്മൾ ചെയ്യുന്നത്, ഡാട്ട് കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ മെഡിസിൻ കയറിയിട്ടില്ല. പുലർച്ചെ 5:45 മണിയായപ്പം ഞങ്ങൾ ഒന്ന് ഇറങ്ങി നോക്കി. ഞങ്ങൾ ഡാട്ട് ചെയ്തതിൻ്റെ 200 മീറ്റർ അപ്പുറത്ത് ഈ സാധനം ഡെഡായി കിടക്കുന്നത്. ഓക്കെ, ഒറ്റ കടിയാണ് പുറകിൽ ബൈ അനദർ ടൈഗർ. വേറൊരു ടൈഗർ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ടൈഗർ ഉണ്ടാവില്ല, ഹി വാസ് ചേസ്ഡ് ബൈ, ഇവൻ കയറി വേറെ ടൈഗറിൻ്റെ ടെറിട്ടറിയിലേക്കാണ്. ഇവൻ്റെ പുറകെ ഈ ടൈഗർ വരുന്നുണ്ട്. ഓക്കെ, മയക്കുവെടി വെച്ച ആനിമൽ ഒറ്റക്കടി നാല്. ആ അലർച്ചയാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത്, ഈ ഹണ്ട് ചെയ്ത് കൊന്ന ടൈഗർ. ക്രൈം കൺട്രോൾ ബ്യൂറോ എല്ലാവരുടെയും വിറ്റ്നസ്സിൽ, പഞ്ചായത്ത് ഇവരുടെ എല്ലാം വിറ്റ്നസ്സിലാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ വയറ് തുറന്നപ്പോൾ ഇവരുടെ കമ്മലാണ് എനിക്ക് കിട്ടുന്നത്, ഇത് ഈ സ്ത്രീയുടെ കമ്മൽ. അപ്പോൾ തന്നെ ആ ഒരു ആൾ ബോധം കെട്ടുപോയി, അവരുടെ ബ്ലൗസിൻ്റെ പീസ്, മുടി. അപ്പം അതാണ് സംഭവിച്ചത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞോളൂ ഞങ്ങൾ വെടിവെച്ച് വന്നല്ല, നമുക്ക് ചത്തത് ഇയാളാണെങ്കിൽ കൊന്നത് ഇയാളെന്നുള്ള രീതിയിലുള്ള അപ്രോച്ചാണിത്. ഓക്കെ, ഇപ്പം പറഞ്ഞില്ലേ കീറിയപ്പോൾ അവർക്ക് കമ്മലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം 500-ന് മേലെ ആനകളെയും കടുവകളെയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം അത്രയും ഹെവിനെസ്സോട് കൂടി ചെയ്ത ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നു? ഒന്നും ഞാനിത് പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡിറ്റാച്ച്ഡാണ് വലുത്. പക്ഷേ എൻ്റെ കാഫ്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആനക്കുട്ടികളൊക്കെ മരിക്കുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കത് ഞാൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു നമ്മൾ ബോണ്ടഡ് ആവും, അറ്റാച്ച്ഡ് ആവും, സ്വന്തം കുഞ്ഞിനെ പോലെ നമ്മൾ നോക്കുന്ന ഒരിത്. പക്ഷെ ചില കേസുകൾ, ഇലക്ട്രോക്യൂഷൻ ചില കേസുകളിൽ, അങ്ങനത്തെ ചില കേസുകളിൽ പടക്കം വെച്ചിട്ട് മരിക്കുന്ന കേസുകളിൽ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം. കാരണം പെയിൻഫുള്ളായിട്ട് നാക്കൊക്കെ പൊട്ടി പുഴു കയറി പെയിൻഫുള്ളായിട്ട് മരിക്കുന്നത്. ആരോ ഈ കത്തിയമ്പ് എന്ന് പറഞ്ഞ സാധനം ചെയ്യും. അപ്പോൾ ഇത് തറഞ്ഞ് നിൽക്കും, പിന്നെ പൊട്ടിപ്പോവും. പിന്നെ നടക്കുന്നതനുസരിച്ച് അകത്തേക്ക് കയറി പെയിൻഫുള്ളായിട്ട് മരിക്കും. ആ കാണുമ്പോൾ വിഷമതമാണ്, കൃത്യമായിട്ട് വിഷമതമാണ്. പിന്നെ ബാക്കി നമ്മൾ ഈ കുറേയൊക്കെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഒരു എന്താ പറയുക, ഒരു ഫോറൻസിക് സർജൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അയാൾ ഡിറ്റാച്ച്ഡ് ആവും. അയാൾ നോക്കുന്നത് കംപ്ലീറ്റ് ഈ വഴിയിലൂടെ മാത്രമേ അയാൾക്ക് ചിന്തിക്കാൻ പറ്റൂ. എവിഡൻസും ഇമോഷൻസ് ഇല്ലാണ്ടാവും. പക്ഷേ ഇങ്ങനെ ചില അനുഭവങ്ങൾ, ചില ആനക്കുട്ടികൾ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ട്, അതും ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. ആനക്കുട്ടി പല രീതിയിൽ അബാൻഡൻഡ് ആവാം. ഒരു ആനക്കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടി. അത് കിട്ടുമ്പോൾ തന്നെ എനിക്കൊരു പന്തികേട്, ഇങ്ങനെ തല ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കുന്നത്, അതായത് ഈ വായുകുമ്പ് ഉണ്ടാവുമല്ലോ, ഫ്ലാറ്റായിട്ടിരിക്കണം. അങ്ങനെ ഒരു ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ലാക്ടോജനാണ് കൊടുക്കുക, ലാക്ടോജൻ 1 ചെറിയ ആനക്കുട്ടി. ഹ്യൂമൻ മിൽക്കിന് ആനപ്പാലും സിമിലറാണ്. 1-2 മറ്റേ ഫാറ്റി ആസിഡ് ചേഞ്ചസേ ഉള്ളൂ. അപ്പം ലാക്ടോജൻ 1 സ്റ്റാർട്ട് ചെയ്യുക, ഡീഹൈഡ്രേഷൻ കവർ ചെയ്യും. നമ്മൾ അങ്ങനെ കിഡ്നി ഫങ്ഷൻസ് ഒക്കെ കൂട്ടി നമ്മൾ കൊണ്ടുവരും, രക്ഷപ്പെടുത്തിയെടുത്തു. അബാൻഡൻ്റായിട്ട് പുറത്ത് നഗരത്തിൽ മറ്റേ മാനന്തവാടി ടൗണിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കി, ഒറ്റാന എടുക്കുന്നില്ല, കാട്ടാനയില്ല, ഒറ്റാന എടുക്കുന്നില്ല. ആന കൊല്ലാൻ നോക്കുന്നു ഇതിനെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ടി വന്നു. ഒരാഴ്ച അറ്റംപ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ വളർച്ച അങ്ങോട്ട് വെക്കുന്നില്ല, തല ഫ്ലാറ്റാണ്. ഫിറ്റ്സ് ഇറങ്ങാൻ തുടങ്ങി. ഒരു ദിവസം മുന്നേ വിളിച്ചു, സാറേ ഇങ്ങനെ ആനക്കുട്ടി ഇങ്ങനെ കെട്ടുന്ന ഇങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ഫിറ്റ്സാണ്. ഒരു ഡയാസപ്പം ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഫിറ്റ്സ് കൺട്രോൾഡായി. പിന്നെ ഒരു 6 മന്ത്സ് കഴിഞ്ഞ്, ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫിറ്റ്സ് വന്നു. ഓക്കെ, അത് 15 ദിവസമായി, ആഴ്ചയായി, 2 ദിവസമായി, ലാസ്റ്റ് ഡെഡായി. അപ്പോൾ ഞാൻ ബ്രെയിൻ തുറന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് കണ്ടീഷനാണിത്. ക്രേനിയം വളരത്തില്ല, അതായത് തലയോട്ടി വികസിക്കില്ല. ഇതിനകത്ത് ബ്രെയിൻ ഇങ്ങനെ ഷ്രിവൽഡായിട്ട് കിടക്കുകയാണ്.
അതായത് എന്താ പറയുക, ഇങ്ങനെ ഈ മുറുകി ടൈറ്റായിട്ട് ബ്ലീഡിങ് ആയിട്ട് കിടക്കുക. അതാണ് ഫിറ്റ്സ് വരുന്നത്. ഇതൊരു ജനറ്റിക് കണ്ടീഷനാണ്. ഇങ്ങനത്തെ അസുഖങ്ങളുള്ളത് ആനയ്ക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് അബാൻഡൻ. അപ്പം ഉപേക്ഷിക്കും. ഇന്റൻഷനലി ദേ ആർ ബാഡ്. ഇത് പറയുമ്പോൾ ഭയങ്കര ക്രൂവലായിട്ട് തോന്നാം. ഒരുപാട് ആനിമൽ ലവേഴ്സ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഈ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അങ്ങനെയൊന്നുമല്ല. പല രീതിയിൽ ആനക്കുട്ടികൾ ഉപേക്ഷിക്കപ്പെടാം. ഒന്ന് നാച്ചുറൽ കലാമിറ്റി, എന്താ പറയുക, കുഴിയിൽ വീണ് പോവുക, ഫ്ലഡ് എത്ര ആനക്കുട്ടികളുണ്ട് നമ്മൾ രക്ഷപ്പെടുത്തി വെരി ഈസി, വളരെ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ അത് അല്ലെങ്കിൽ. പിന്നെ ഈ ജനറ്റിക് ഡിസീസുള്ള മിക്ക കേസുകളും ചില ഫീമെയിൽ എലഫൻസിൻ്റെ ക്ലൈറ്റോറിസ് മെയിൽ പെനിസ് പോലെ അബാൻഡൻ ചെയ്ത ആനകൾ, ആ കേസുകൾ വന്നാൽ അപ്പം അബാൻഡൻ ചെയ്യും. അങ്ങനത്തെ ആനകളുണ്ട് ഇപ്പം ക്യാമ്പിൽ. യു ക്യാൻ സീ ദോസ് എലഫൻസ്. അതായത് യൂറിനേറ്റ് ചെയ്യുമ്പോൾ യു വിൽ കൺഫ്യൂസ് ഇറ്റ് ആസ് എ മെയിൽ ബട്ട് ഇസ് എ ഫീമെയിൽ. തെറപ്പീസ് വന്നു കഴിഞ്ഞാൽ അപ്പം ആനക്കുട്ടിയെ കൂട്ടം വിടും. മറ്റത് അങ്ങനെയല്ല, അതിനെ എണീപ്പിച്ച് നോക്കാൻ എല്ലാം ഹേർഡ് അറ്റംപ്റ്റ് ചെയ്യും, അപ്പം അബാൻഡൻ ചെയ്യും. നാട്ടിലെ വെറ്റിനറി ഡോക്ടറെ പോലെ അല്ലല്ലോ ശരിക്കും ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ. ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പ്രാക്ടീസാണ് വെറ്റിനറി പഠിപ്പിക്കുന്നത്. അതാണ് വെറ്റിനറി മോഡൽ. അനാട്ടമി പഠിക്കുന്നു, ഫിസിയോളജി പഠിക്കുന്നു, സർജറി പഠിക്കുന്നു, മെഡിസിൻ പഠിക്കുന്നു. നമ്മൾ ഗ്രാജുവേറ്റ് ആവുന്നു, പുറത്ത് പോകുന്നു, നമ്മൾ ഇതിനകത്തേക്ക് പോകുന്നു. ചിലർ പെറ്റ് പ്രാക്ടീഷണർ ആവുന്നു, ചിലർ ലാർജ് ആനിമൽ പ്രാക്ടീഷണേഴ്സ് ആവുന്നു, അങ്ങനെ പോകുന്നു. ഓക്കെ, ഇതാണ് ശരിക്കും ഒരു വെറ്റിനറിയുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യവും കർമ്മവും. ഓക്കെ, അതിനാണ് ഡിസൈൻ ചെയ്തത്. ഫസ്റ്റ് വെറ്റിനറി കോളേജ് മുതൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇറ്റ്സ് കോൾഡ് സുവോളജിക്കൽ മെഡിസിൻ. മൃഗശാലയിലാണ് മൃഗങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത്. ശരിക്കും മൃഗശാലയും ഒരു ഫാമും തമ്മിൽ എന്താ വ്യത്യാസം? വലിയ വ്യത്യാസമല്ല. ഒരു രാജവെമ്പാല ഉണ്ടാവും, ചിലപ്പോൾ എയർ കണ്ടീഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള വനവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതിന്ന് വേറൊരു ബ്രാഞ്ചാണ് കൺസർവേഷൻ മെഡിസിൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലെ ആനിമൽസിനെയാണ് നോക്കുന്നത്. ആലോചിക്കുക, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ നമ്മളൊരു സൂല് ജോർജ് എന്ന ടൈഗർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഡീറ്റെയിൽസ്, അതിൻ്റെ പല്ലിന് എവിടെ പൊട്ടുണ്ട്, അതിൻ്റെ ബ്ലഡ് പിക്ചർ എത്രയാണ്, മറ്റാണ് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ്. അതിന് എത്ര വിര ഇളക്കിയിട്ടുണ്ട്, ഡീവേം ചെയ്തിട്ടുണ്ട്. ഇത് വിരയുടെയും ഡീവേമിൻ്റെ വേംസിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ സാധനം മുന്നോട്ട് വരുന്നത്. ഓക്കെ, വിച്ച് ഇസ് ചലഞ്ചിങ്, ടോട്ടലി ചലഞ്ചിങ്. മാത്രമല്ല ഇവിടെ വരുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞത്, നിങ്ങൾ സൂവിൽ നിങ്ങളെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എയർ കണ്ടീഷൻ വെക്കാം, കറക്റ്റായിട്ടുള്ള റേഷൻ കൊടുക്കാം, വെയിറ്റ് എടുക്കാം, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ഒരു കാട്ടിലെ ടൈഗർ, ഇമാജിൻ, ഒരു എലഫൻറ്റ്, ഇതിനെന്താ കൺട്രോൾ ചെയ്യുന്നത്? നേച്ചർ, പ്രകൃതിയുടെ ഭാഗമായിട്ടാണ്. അവിടെയാണ് എവല്യൂഷൻ വരുന്നത്. മറ്റൊന്ന് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് അല്ല. ഡൊമസ്റ്റിക്കേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഇവിടെയാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് വരുന്നത്. അവിടെയാണ് ഡിസീസ് എന്താണെന്നുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള വേറെ ആംഗിളിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, ഈ ഫ്രീ റേഞ്ചിങ് വൈൽഡ് ലൈഫ് മെഡിസിൻ എന്ന് പറഞ്ഞ സാധനം ഒരു അധികകാലമായിട്ട് ആയിട്ടില്ല. എന്തൊക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ ഇര അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്, കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നമാണ്, ഓക്കെ, അതിൻ്റെ ജനിതകം പ്രശ്നമാണ്, രോഗങ്ങൾ പ്രശ്നമാണ്, പുതിയ പുതിയ അസുഖങ്ങൾ വരുന്ന പ്രശ്നമാണ്. ഇത് മൊത്തം പ്രകൃതിയുടെ പല ഫാക്ടറിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ഈ ഫാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ വരുന്ന വെറ്റിനറി ഡോക്ടർ, അയാളൊരു എക്കോളജിസ്റ്റ് ആയിരിക്കണം, അയാൾ ജെനറ്റിസ്റ്റ് ആയിരിക്കണം, അയാളൊരു വെറ്റിനറിയൻ ആയിരിക്കണം, അയാൾ ബയോളജിസ്റ്റ് ആയിരിക്കണം. അയാൾക്ക് വെറ്റിനറി നോളജ് കൊണ്ട് മാത്രം അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെയാണ് ഇതിൻ്റെ ക്ലാസിക്കൽ ഡിഫറൻസ് വരുന്നത്. ഐ ഓപ്റ്റഡ് ദിസ് ഫ്രീ റേഞ്ച് മെഡിസിൻ. ഇറ്റ്സ് വെരി ചലഞ്ചിങ്. ജനിതകമുണ്ട്. ഞാൻ എൻ്റെ വർക്കെല്ലാം ജനിതകമുണ്ട്, PhD വർക്കെല്ലാം ജെനറ്റിക്സിലാണ്. അതിനാണ് ജനിതകമുണ്ട്. എന്തുകൊണ്ടാണ് ചില രോഗങ്ങൾ മാത്രം ചില ആനിമൽസിന് വരുന്നത്, എന്തുകൊണ്ടാണ് ചില രോഗങ്ങൾ ഇതിന് റിസർവർ ആവുന്നത്, ഇതൊക്കെ പറയണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ റേഞ്ചിങ് വൈൽഡ് ലൈഫ് മെഡിസിനിലേക്ക്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ചലഞ്ചിങ്. അത് എല്ലാത്തിലും എവിഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പബ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫ്രീ റേഞ്ചിങ് വൈൽഡ് ലൈഫ് മെഡിസിന് മുകളിൽ ടെക്സ്റ്റ് ബുക്സ് 1 or 2 കാണുള്ളൂ, അതും തിയററ്റിക്കൽ ബുക്സ്. ഓക്കെ, അതിൽ ചില എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പേപ്പേഴ്സ് പബ്ലിക്കേഷൻസ് നോക്കുക. വൈൽഡ് ലൈഫ് മെഡിസിനിൽ പബ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ 99% പേപ്പേഴ്സും പബ്ലിഷ്ഡ് ഓൺ സൂ ആനിമൽസ്. 1% താഴെ മാത്രമേ ഉള്ളൂ കാട്ടിലെ മൃഗങ്ങളുടെ രോഗത്തെക്കുറിച്ച്. അതിൻ്റെ ചോദ്യം വരുന്നത്, ഞാനൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഐ വാസ് വെരി പാഷനറ്റ്. ഞാൻ ഫ്രീ റേഞ്ച് വൈൽഡ് ലൈഫ് മെഡിസിൻ മാത്രം ആലോചിച്ചിട്ടാണ്. അപ്പോൾ അന്ന് കോളേജുകളില്ല, എനിക്ക് പഠിക്കാൻ കോളേജില്ല.
മിക്സമാറ്റോസിസ് എന്ന് പറഞ്ഞൊരു വൈറസ്. ഓസ്ട്രേലിയയിൽ മറ്റിതില്ല, മുയലില്ല. ബ്രിട്ടീഷുകാർ കുടിയേറിയ സമയത്ത് ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുയലുകളെ, ഹെയറിനെ, അതായത് കാട്ടുമുയലിനെ കൊണ്ടുവന്ന് തുറന്നു വിട്ടു. ഇതുകൊണ്ട് പെറ്റ് വേറെ പ്രിഡേറ്റർ ഇല്ല. ഓസ്ട്രേലിയ ആളുള്ള പ്രിഡേറ്റർ ഡിങ്കോ ആണ്. ഡിങ്കോയെ മനുഷ്യൻ കൊണ്ടുവിട്ടാണ്, ഇത് പട്ടി. ഓക്കെ, പ്രിഡേറ്റർ ഇല്ല. പെറ്റ് അങ്ങോട്ട് പെരുകി ഇവരുടെ ഫാമും എല്ലാം ആക്രമിക്കാൻ തുടങ്ങിയിട്ട് ഇവർക്ക് വേറെ നിവൃത്തിയില്ല. എത്ര എണ്ണത്തിന് വെടിവെച്ച് കൊല്ലും. അപ്പോൾ അവരെന്ത് ചെയ്തു, മിക്സോമാറ്റോസിസ് എന്ന് പറഞ്ഞ വൈറസ് ഉണ്ട്, ഇതിനെ കൊണ്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതങ്ങോട്ട് പെരുകി മുയലുകളെല്ലാം എല്ലാത്തിനെയും കൊന്നില്ല, ചിലത് രക്ഷപ്പെട്ടു. അവിടെ ഒരു ബോട്ടിലൊക്കെയായിരുന്നു, അവിടെ അതും അങ്ങോട്ട് വളർന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇവിടെയാണ് ഒരു ഡിസീസ് എങ്ങനെ ഒരു പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത്. അവിടെയാണ് ഡിസീസിൻ്റെ. ഞാനൊക്കെ ഇതിൽ അപ്പം ഇതൊരു എവല്യൂഷണറി സ്റ്റാൻഡ് പോയിന്റിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറ്റിക്കൽ ബോട്ടിലേക്ക് എന്ന് പറയും, നിങ്ങളൊരു പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ ഏതാണെന്ന് അറിയും, രോഗങ്ങളാണ്. ആ രോഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നതോടെ എന്താ, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് ജെനറ്റിക്സ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, ജനിതകത്തെ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. ക്ലാസിക്കലായിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹെർപ്പീസ് വൈറസ്, എൻഡോത്തിലിയോട്രോപ്പിക് എലഫന്റ് ഹെർപ്പീസ് വൈറസ്. ഇത് ഏഷ്യയിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഞാനാണ്. ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നാഷണൽ സൂവിലാണ്. നാഷണൽ സൂ എന്ന് പറഞ്ഞാൽ സ്മിത്സോണിയൻ സൂ, അമേരിക്കയിൽ വാഷിംഗ്ടൺ DC സൂ ആണ്. അവിടെയുള്ള എൻ്റെ ഒരു സീനിയർ കൊളീഗാണ്, പുള്ളിക്കാരാണ് ഇത് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്, ലോറ റിച്ച്മാൻ എന്ന് പറഞ്ഞിട്ട്. 1995 അവിടെ ആദ്യമായിട്ട് ഒരു ആനക്കുഞ്ഞുണ്ടാവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോടെ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, കാരണം എലഫൻ്റെ വജീന എങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കത്തീറ്റർ കയറ്റാൻ പറ്റും. എന്നിട്ട് ഇവർ ഡ്രില്ല് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ വഴിയാണ് അവർ ചെയ്തത്. ആദ്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് അവർ ചെയ്തു. കുമാരി എന്ന് പറഞ്ഞിട്ട് ഒരു ആനക്കുട്ടി, വാഷിംഗ്ടൺ DC, 1995. അത് ഡെഡായി നോക്കുമ്പോൾ ഹൈലി ഹെമറാജിക്, ബ്ലഡ് കംപ്ലീറ്റ്, എല്ലായിടത്തും ബ്ലഡ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ലോറ അവിടെ പെത്തോളജിസ്റ്റായിരുന്നു. പുള്ളിക്കാരി അത് തപ്പിയെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സെല്ലിനകത്ത് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയും, വൈറസിൻ്റെ ചില ഇൻക്ലൂഷൻ ബോഡി എന്നാണ് പറയാം. അത് നോക്കിയാൽ നമുക്ക് ഇന്ന വൈറസാണെന്ന് അറിയാം. ഓക്കെ, പല വൈറസിനും പല ഇൻക്ലൂഷൻ ബോഡിയായി, ചിലത് ന്യൂക്ലിയസിനകത്തായിരിക്കും, പല രീതിയിൽ പല സ്റ്റെയിനിങ് ആയിരിക്കും ഇൻക്ലൂഷൻ ബോഡീസിൻ്റെ. സോ ഷീ സ്റ്റഡി. പുള്ളിക്കാരി നോക്കുമ്പോൾ അതിന് ഹെർപ്പീസ് വൈറസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ആൽഫ ഹെർപ്പീസ് വൈറസിൻ്റെ സിമിലർ ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡിയാണ്. ഓക്കെ, കപ്പോസി സാർക്കോമ വൈറസിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡിയാണ്. സോ ആദ്യമായിട്ട് പുള്ളിക്കാരി ഈ ഡിസ്കവേർഡ് എ ഡിസീസ്. അപ്പോൾ പുള്ളിക്കാരി പഴയ കേസുകളൊക്കെ നോക്കി, ഇങ്ങനെ ഹെമറാജിക്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ബ്ലഡ് ഉണ്ട്, കഴിയുന്നു, പോസ്റ്റ്മോർട്ടം കഴിയുന്നു, ആരും നോക്കുന്നില്ല. അപ്പോൾ പുള്ളി ആ ബ്രേക്ക് ത്രൂ എടുക്കുകയാണ്. പിന്നെ പഴയ സാമ്പിൾസ് കംപ്ലീറ്റ് ഇത് പുള്ളി PCR ഡെവലപ്പ് ചെയ്തു. അതായത് വൈറസ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി DNA സീക്വൻസ് ഐഡൻറ്റിഫൈ ആയിട്ടുള്ള പുതിയ PCR ഡെവലപ്പ് ചെയ്തു. നോക്കുമ്പോൾ ഒരുപാട് കേസുകളാണ്. അമേരിക്കയിൽ പോയി 70% ആനക്കുട്ടികളും മരിച്ചിരിക്കുന്നത് ഹെർപ്പീസ് വൈറസ് ആയിട്ടാണ്. ഇതേ സമയത്ത് തന്നെ വേറെ ഗ്രൂപ്പ് ആഫ്രിക്കൻ എലിഫൻസിലും ഈ സാധനം കണ്ടെത്തുന്നുണ്ട്, ഹെർപ്പീസ് വൈറസ് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും കൊല്ലില്ല. ഈ ഹെർപ്പീസ് വൈറസിന് പ്രത്യേകം തന്നെ ആനക്കുട്ടികളെ കൊല്ലുള്ളൂ, ചെറിയ കുഞ്ഞുങ്ങളെ. വലിയ എലിഫൻസിനെ കൊല്ലത്തില്ല, ചെറിയ കുഞ്ഞുങ്ങൾ മാത്രം. ഈ കുഞ്ഞുങ്ങൾ ഒരു 5-10 വയസ്സ് വരെ കിട്ടിയ റെക്കോർഡാണ് എനിക്കുള്ളത്. അപ് ടു 10 years വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. സാധാരണ കുഞ്ഞുങ്ങൾ ആണ് വരിക, പെട്ടെന്നായിരിക്കും 24-48 hours ആനക്കുട്ടി ഡെഡാവും. നിങ്ങൾ ആനക്കുട്ടി ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുകയായിരിക്കും. രാവിലെ നോക്കുന്നുണ്ടാവും ഒന്ന് തൂങ്ങി നിൽക്കുന്നുണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെറിയ നീരൊക്കെ വെക്കും. രാത്രി ആകുമ്പോഴേക്ക് ടങ്ങൊക്കെ ബ്ലൂ കളറാവും. മോർണിംഗ് ആകുമ്പോഴേക്ക് ഡെഡ്. പെർ അക്യൂട്ട് എബോളയൊക്കെ പോലുള്ളൊരു സിറ്റുവേഷനാണ്. ഭയങ്കര ഞെട്ടിപ്പോകും നമ്മൾ. അപ്പോൾ ആ സമയത്ത് പുട്ട് ഹൈപ്പോത്തസിസ്. ഇതേ സമയത്ത് ആഫ്രിക്കൻ എലിഫൻസിൻ്റെ മുകളിലും ഇതുപോലെ സിമിലർ വൈറസ് കണ്ടെത്തി, ഈ ആൽഫ ഹെർപ്പീസ് വൈറസിൻ്റെ. ഈ വൈറസിന് ഒരു പേരിട്ടു, എൻഡോത്തീലിയോട്രോപ്പിക് എലഫന്റ് ഹെർപ്പീസ് വൈറസ്, EEHV. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലുള്ള നേർത്ത ഒരു പടലമാണ്. ഇതിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ, കാപ്പിലറീസ് എല്ലാം ഇങ്ങനെ പൊട്ടി ബ്ലഡ് പുറത്തേക്ക് പോകും. എൻഡോത്തീലിയോട്രോപ്പിക് എലഫന്റ് ഹെർപ്പീസ് വൈറസ്, EEHV എന്ന്. അപ്പോൾ ഇതേപോലെ സിമിലർ വൈറസ് ആഫ്രിക്കൻ എലിഫൻസിലും കണ്ടത്. പക്ഷെ അത് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അത് ഈ തുമ്പിയുടെ മുകളിൽ അരിമ്പാറ പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഈ സമയത്താണ് കേരളത്തിൽ നിന്ന് നമുക്കൊരു കേസ് കിട്ടുന്നത്, വൈൽഡിൽ നിന്ന്. ഞാൻ പിടിച്ചുകൊണ്ടിരുന്നൊരു ഓർഫൻ കാഫൻ അതിന് കിട്ടുന്നത്. ഇത് വന്ന സമയത്ത് വലിയ കോൺട്രവേഴ്സി. അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇതിന് പോസിബിലിറ്റി ഇല്ല. കാരണം നമ്മളുടെ ഈ ആനയ്ക്കൊന്നും ആഫ്രിക്കൻ എലിഫൻസുമായിട്ട് യാതൊരു കണക്ഷനും വരുന്നില്ല. US ടീം ഇതിന് വലിയൊരു ഗ്രൂപ്പുണ്ട് സ്മിത്സോണിയൻ്റെ. അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസ് കിട്ടിയപ്പോൾ ഞാൻ കട്ടപ്പൺ ചെയ്ത് നോക്കി, ഞാൻ ഞെട്ടിപ്പോയി.
മാസീവ് ഹെമറേജ്. അപ്പം യെസ് ദിസ് ഹെർപ്പീസ് വൈറസ്. അപ്പം തന്നെ നമ്മൾ സാമ്പിൾ എടുത്തു, നമ്മൾ ഹിസ്റ്റോപത്തോളജി ചെയ്തപ്പോൾ ഇൻക്ലൂഷൻ ബോഡി കിട്ടി. എനിക്ക് ഉറപ്പായി ഇതാണ്. അപ്പോൾ നമുക്ക് PCR മെഷീനൊന്നുമില്ല. അന്ന് മദ്രാസ് വെറ്ററിനറി കോളേജിൽ ഒരു മെഷീൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. ഞാൻ അവിടെ പോയി ഈ സാമ്പിളുമായിട്ട് അവിടെ പോയി പ്രൈമർ ഓർഡർ ചെയ്ത് ഞാൻ അവിടുന്ന് PCR ചെയ്ത് എനിക്ക് സീക്വൻസ് കിട്ടി, DNA സീക്വൻസ് കിട്ടി. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ, ബ്ലാസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, കളക്ട് ചെയ്ത് നോക്കുമ്പോൾ സെയിം 100% സിമിലാരിറ്റി. ഞാൻ റിപ്പോർട്ട് ഇവർക്ക് എഴുതി, ലോറ ആൻഡ് ടീമിന് എഴുതി. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റി കമ്പനി വലിയൊരു ഇഷ്യൂ ആയിട്ട് US വൻ പ്രോബ്ലമായിട്ട് വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ എലഫൻസിനെ കീപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം വരെ വരാൻ പോവാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് കാരണം ആനക്കുട്ടികളെല്ലാം മരിച്ചു പോകുന്നു, ഇനി ആന വേണ്ട എന്നുള്ള തീരുമാനം. ഓക്കെ, ആനിമൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് വരുന്നു, സൂ അടപ്പിക്കുന്നു. ആ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്താണ് ഇവിടുന്ന് ഏത് തേർഡ് വേൾഡ് കൺട്രി നൃത്തം പറയുന്നത് ഇവിടെ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞു. അവർ ബിലീവ് ഇറ്റ്. ഞാൻ സീക്വൻസ് അയച്ചിട്ട് എന്നാലും അവർ വിശ്വസിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് പെർമിഷൻ എടുത്തു. ദേ ഫ്ലൂ DC ഇവിടെ വന്നു. നമ്മൾ ചെറിയ ലാബൊക്കെ സെറ്റ് ചെയ്തു. അവിടെ നമ്മൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി, അവർക്ക് ബോധ്യപ്പെട്ടു. അത് ഫസ്റ്റ് കേസാണ്. അത് എനിക്ക് വൈൽഡിൽ നിന്ന് കിട്ടി. സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ് വരുന്നത് വൈൽഡിൽ നിന്നാണ്, കാട്ടാനെന്നാണ്. അവിടെ ഞെട്ടി. അത് കഴിഞ്ഞു ഒരു കേസ് വന്നു, അതിൻ്റെ കൂടെയുള്ള ആനിമലും ഡെഡായി. പിന്നെ നമ്മൾ വ്യാപകമായിട്ട് ഹെർപ്പീസ് വൈറസ് നമുക്ക് കിട്ടുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ ആംഗിളും എല്ലാം മാറുകയാണ്. അങ്ങനെ നമ്മൾ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ലാബ് സെറ്റ് ചെയ്യണം. ലോകത്തിന് വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. അങ്ങനെയാണ് പറഞ്ഞാൽ അവർ പിന്നെ എങ്ങനെ ഇത് ഇവിടെ വന്നു, ഈ വൈറസ് എങ്ങനെ? അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടാവണ്ടേ? ഇതിനു മുമ്പ് എന്താ റിപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്? ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യണല്ലോ. ബ്രിട്ടീഷുകാർ ഇത്രയും കാവിങ് നടത്തിയിട്ടുണ്ട്. കൃഷ്ണമൂർത്തി സാറ് 123 പ്രസവം എടുത്തിട്ടുണ്ട് ആനക്കുട്ടിയിൽ, പുള്ളിക്ക് കിട്ടിയിട്ടില്ല. വൈ ഇറ്റ് ഈസ് കമ്മിങ്? ഈ ചോദ്യം വന്നു. അതാ പലരും ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. പല ഇൻ്റർനാഷണൽ കോൺഫറൻസ് പോകുമ്പോൾ ആൾക്കാർ ഈസ് ലൈങ് എന്ന് ചോദിക്കും അത്. പക്ഷെ ആ സമയത്ത് നമ്മൾ സീക്വൻസ് ജൻ ബാങ്കിൽ ഇടുന്നുണ്ട്, ആൾക്കാർക്ക് ആർക്കും കൂടെ പരിശോധിക്കാം. നമ്മളൊരു 10-12 പബ്ലിക്കേഷൻ തന്നെ വന്നു, ഇൻ്റർനാഷണൽ സയൻസിലടക്കം പബ്ലിക്കേഷൻ വന്നു നമ്മളെ. അപ്പം പറഞ്ഞു വന്നത് പിന്നെ എങ്ങനെ ഈ വൈറസ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ആൻസർ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റീസണായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പം എന്തായാലും ആഫ്രിക്കൻ എലിഫൻസ് എന്നല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പായി. നമ്മളത് സീക്വൻസ് ചെയ്തു. നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഒരു 100 ബേസ് പെയർ ആയിരുന്നെങ്കിൽ, ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ എന്ന് പറഞ്ഞാൽ DNA ബേസ് 100 ആയിരുന്നെങ്കിൽ നമ്മൾ അപ് ടു 10,100 മൊത്തം 1,00,000 ബേസ് പെയർ ആണ് ഒരു വൈറസിന് ഉണ്ടാവുക. ഇത് ഹെർപ്പീസ് വൈറസിന് 1,00,000 ബേസാണ്. അതിൽ നമ്മൾ 10,100 വരെ ഞാൻ ഇത് ചെയ്തു. അത് പല റീജിയൻ ഓഫ് ജീൻ, അതായത് ചിലത് എന്ന് പറഞ്ഞാൽ ഹൈലി വേരിയബിൾ ആയിരിക്കും. ഒരു വൈറസും മറ്റേ വൈറസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ചിലതാണെങ്കിൽ മൊത്തം ഇതിനെ കവർ ചെയ്യുന്ന പാൻ വൈറസ് എന്ന് പറയും, പാൻ ലോസ എന്ന് പറയും. ഇങ്ങനെ പല വേരിയബിളായിട്ട് നമ്മൾ ഇത് ചെയ്തു. നമ്മൾ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ വൈറസും വ്യത്യാസമുണ്ട്. ഓരോ വൈറസും അല്ല, ഒരു ക്ലസ്റ്റർ ഓഫ് വൈറസ്. വയനാട് ഉണ്ടാകുന്ന വൈറസ് അല്ല, പിന്നെ ഞാൻ പറഞ്ഞ വൈറസ് അതല്ല എന്നല്ല, സ്ട്രെയിൻ വൈസ് ചെറിയ 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 മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കോയിവോൾഡ് ആണ്. അതായത് ഒരു പോപ്പുലേഷൻ്റെ കൂടെ ചിന്നക്കനാല് മാസീവാണ്. ചിന്നക്കനാലാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക്, അല്ല ചിന്നക്കനല്ല, മറ്റേ മൂന്നാർ പോപ്പുലേഷൻ ഇഷ്ടം പോലെ ആനക്കുട്ടിയാണ് ചത്തു പോയിരിക്കുന്നത് ഹെർപ്പീസ് വൈറസാണ്. അവിടെ ഉണ്ടാവുന്നതല്ല വയനാട് ഉണ്ടാകുന്നത്, ചെറിയ വേരിയേഷൻ. അതിൻ്റെ വേരിയേഷൻ അർത്ഥം എന്താ? ഈ വൈറസ് ഈ ഇതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള അടുത്ത ചോദ്യം. അവിടെയാണ് നമ്മൾ ഈ ഇപ്പോൾ വൈറസ് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഈ ട്രങ്ക് വാഷ് കൂടിയാണ്. അതായത് തുമ്പിക്കൈ വഴി, ഈ തുമ്പിക്കൈ വെച്ചിട്ടാണ് ഇവർ ബന്ധപ്പെടുന്നത്, അറിയാലോ. തുമ്പിക്കൈ ടച്ച് ചെയ്തിട്ടാണ് സ്മെൽ ചെയ്യുന്നത്. തുമ്പിക്കൈയിലെ ഡിസ്ചാർജിനകത്ത് ഈ വൈറസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈറസ് എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം ഭൂമിയിൽ നിന്ന് കിട്ടുകയാണോ ഇല്ല വല്ല എലി തരുകയാണോ എന്നറിയണമല്ലോ. ഒരു വൈറസും ഒരു മൃഗവും ഒരുമിച്ച് പരിണമിക്കുകയാണ്. ദാറ്റ് ഈസ് കോവല്യൂഷൻ, റൈറ്റ്? അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് നമ്മൾ ഈ ആനകളുടെ എല്ലാ ഡിസ്ചാർജും എടുത്തു. അതായത് തുമ്പിക്കൈയിൽ നിന്ന് ഡിസ്ചാർജ് എടുത്തു, കണ്ണുനീര്, പിന്നെ പെനിസ് എന്നുള്ള ഡിസ്ചാർജ്, ഡങ്, കാഷ്ടം, മറ്റേ ഇത് എല്ലാ ഡിസ്ചാർജും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്തു. നോക്കുമ്പോൾ ചില അഡൾട്ട് എലിഫൻസ് തുമ്പിക്കൈയിലൂടെ ഈ വൈറസ്, പക്ഷെ അതിന് അസുഖം വരില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞാൽ 2 സ്റ്റേജ്, ലേറ്റൻറ്റ് സ്റ്റേജും ലൈറ്റിക് സ്റ്റേജും. അതായത് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അഡൾട്ടാണ്. ചില അഡൾട്ട് ഇതിങ്ങനെ വൈറസ് വിടും. ഈ വൈറസ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും. കുഞ്ഞുങ്ങൾക്ക് ലൈറ്റിക് സ്റ്റേജ് തട്ടിപ്പോകും.
പിന്നെ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്തു, ഈ അസുഖത്തെ എങ്ങനെ വൈറസിനെ എങ്ങനെ കൺട്രോൾ ചെയ്തു? ഇത് ഞങ്ങൾക്കൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി കോട്ടൂർ അറിയാലോ, ആനക്കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു വലിയൊരു ഓർഫനേജാണ് കോട്ടൂർ. അപ്പോൾ മൂന്നാർ ഹൈ റിസ്ക് പോപ്പുലേഷനാണ്. മൂന്നാറിന്ന് ഒരു ആനക്കുട്ടിയെ ഓർഫനായിട്ട് കിട്ടിയിട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ചു. ക്വാറന്റൈനിൽ എന്തോ പ്രശ്നമുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പട്ട ആനക്കുട്ടികൾ ചാവാൻ തുടങ്ങി. അസൈക്ലോവിർ എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റി ഹെർപ്പീസ് മരുന്നുണ്ട്, പക്ഷേ ഇത് കൊടുക്കാനും സമയം കിട്ടില്ല. അപ്പോഴത്തേക്ക് ഹൈലി ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. ഈ ഔട്ട് ബ്രേക്ക് വന്നു. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളൊരു 3 മാസം ക്യാമ്പ് ചെയ്ത് ആൻറ്റിവൈറൽ മെയിൻറ്റെയിൻ ചെയ്ത് ലാസ്റ്റ് കംപ്ലീറ്റ് കണ്ടു. അപ്പോഴത്തേക്ക് നമുക്ക് 4 ആനക്കുട്ടികൾ പോയി കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈൽഡിൽ ഒരു ഹെർപ്പീസ് ഷവറിൽ നിൽക്കുകയാണ് ഈ എല്ലാ ആനക്കുട്ടികളും. അതിൽ ചിലത് മാത്രം പോകും. ഇതിനെയാണ് ജനിതകം എന്ന് പറയുക, ജീനോടൈപ്പ് എന്ന് പറയുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്യാപ്റ്റീവ് എലഫൻസിൽ ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ് പറ്റും. വൈൽഡിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വൈൽഡിൽ ഇത് വലിയൊരു പോപ്പുലേഷനെ ഞാൻ പേടിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ വയനാട് NBR നീലഗിരി ബയോസ്ഫിയർ വയനാട് പോപ്പുലേഷന് ഹെർപ്പീസ് ഒന്നും ഞാൻ പേടിക്കുന്നില്ല. പക്ഷേ ചില ചെറിയ പോപ്പുലേഷൻസ് ഉണ്ട്, അത് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഫോർ എക്സാമ്പിൾ ചിന്നക്കാൽ പോപ്പുലേഷൻ, മൂന്നാർ പോപ്പുലേഷൻ. മൂന്നാർ എത്ര കേസാണ് എനിക്ക് കിട്ടിയെന്ന് പറയാം ഹെർപ്പീസ്. ഈ ഫ്രീ റേഞ്ച് വൈൽഡ് ലൈഫ് മെഡിസിൻ ഇങ്ങനെ പൊട്ടൻഷ്യലുണ്ട്, ഒത്തിരി പൊട്ടൻഷ്യലാണ്. അതിൽ വരുന്നൊരു സംഭവമാണ് കൺസർവേഷൻ മെഡിസിൻ. അങ്ങനെ അതിൻ്റെ മുകളിൽ വരുന്നതാണ് വൺ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ കാഴ്ചപ്പാട്. ഇപ്പോഴത്തെ പറയുന്ന വൺ ഹെൽത്ത് ശരിക്കും വന്നത് ഈ വൈൽഡ് ലൈഫ് മെഡിസിൻ എന്നാണ് വന്നത്. ഓക്കെ, വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു 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 ലാൻഡ്സ്കേപ്പിൻ്റെ ഇല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം എങ്ങനെ, അത് മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും മറ്റേ ഡൊമസ്റ്റിക് ആനിമൽ ആയാലും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് മൂന്ന് കണക്ട് ചെയ്തുള്ളതാണ് വൺ ഹെൽത്ത് മെഡിസിൻ. ഇതിൻ്റെ പ്രൈമറി സാധനമാണ് ഈ വൈൽഡിലുള്ള രോഗങ്ങളുടെ. അങ്ങനെയാണ് എമേർജിങ് ഡിസീസ് എന്ന് പറഞ്ഞ കാഴ്ച. നിപ്പ എമേർജിങ് ഡിസീസാണ്. ഒരു ബാറ്റിൽ നിന്ന് ഒരു നിഷിന്ന് ആ വൈറസ് പുറത്തു ചാടാണ്. അതിന് ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പുതിയൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ശാഖ ഓഫ് സയൻസ് ഉണ്ടാക്കുകയാണ്. ഇത് 2 വാല്യൂ ഉണ്ട്, കൺസർവേഷൻ വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കിട്ടിഡ് എന്ന് പറഞ്ഞൊരു വൈറസ്, അല്ല ഒരു ഫംഗസ്, ഫ്രീ ഫ്ലോട്ടിങ് ഫംഗസാണ്. ഫംഗസ് തന്നെ മനസ്സിലായല്ലോ. പക്ഷേ സാധാരണ വല്ല നമ്മൾ പൂ പോലെയല്ല, ഇതിന് ചെറിയൊരൊറ്റ സെല്ലുള്ളൂ, അതിങ്ങനെ വെള്ളത്തിൽ കൂടെ പോകും. ഇത് 99% തവളകളെ, ഏറ്റവും റെയറസ്റ്റ് ഫ്രോക്സ് സെൻട്രൽ അമേരിക്കയിലെ മറ്റേ ഡാട്ട് ആരോഫ്രോക്സ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഭംഗിയുള്ള വിഷത്തവളകളാണ്. ഓക്കെ, 90% തവളകൾ ഏറ്റവും ഹൈലി എൻഡേഞ്ചേർഡ് ആണ്. ഓരോ കുന്നിനും ഓരോ തവള പോലും ഉണ്ടായിരുന്നു. അത്ര എവല്യൂഷണറി ഇമ്പോർട്ടൻറ്റ് അടിച്ചോളും ഈ ഒറ്റ ഫംഗസിന്. അപ്പോൾ ചില ഡിസീസസ്, ഇപ്പോൾ ഞാൻ ഹെർപ്പീസ് വൈറസ് ചില പോപ്പുലേഷൻസിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ വൈൽഡ് ലൈഫ് ഡിസീസ് ചില പോപ്പുലേഷനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കാം. ഓക്കെ, ഒരുപാട് ടാസ്മാനിയൻ്റെ ഒരു ട്യൂമർ എന്ന് പറഞ്ഞ കേസ്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇതൊക്കെ എക്സ്റ്റെൻഷനിലേക്ക് നയിക്കാം ചില സ്മോൾ പോപ്പുലേഷൻ ഡിസീസ്. അങ്ങനെ കൺസർവേഷൻ പൊട്ടൻഷ്യൽ. രണ്ടാമത്തേത് സൂണോട്ടിക് പൊട്ടൻഷ്യൽ ഹെൽത്ത്. ഞാൻ പറഞ്ഞത് നീപ്പ, എബോള എന്നിവ. ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ ഇത് മിക്കതിൻ്റെ റിസർവർ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? വൈൽഡിലാണ്. ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൈസിനോ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മങ്കി ഫീവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈലി ലീത്തലാണ്. 15% ആൾക്കാർ ഇൻഫെക്റ്റഡ് ആയിട്ട് മരിച്ചു. ഇത് ആദ്യം റിപ്പോർട്ട് 1957 ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ. കാരണം ഷിമോഗയിൽ അവർ കുറേ കാട് വെട്ടി കുരങ്ങന്മാർ പുറത്തേക്ക് വന്നു, ആൾക്കാർ മരിക്കാൻ തുടങ്ങി. ഈ അസുഖമായിട്ട് കുരങ്ങന്മാർ ആദ്യം മരിച്ചു, പിന്നെ ആൾക്കാർ മരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ഈ വൈറസിനെ കണ്ടെത്തുന്നത്, കൈസിനോ ഫോറസ്റ്റ് ഡിസീസ്. അത് കഴിഞ്ഞ് പിന്നെ കർണാടക അവിടെ ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് വർഷം 2016 എൻ്റെ ഓർമ്മ. നമ്മളൊരു കോർട്ട് ഓർഡറിൻ്റെ മുകളിൽ ഒരു 3000 കുരങ്ങന്മാരെ പിടിച്ച് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കാട്ടിക്കൊണ്ടിട്ടു. കോടതി പറഞ്ഞു പറ്റില്ല, കുരങ്ങന്മാരിങ്ങനെ നടന്നാൽ പോരാ. ഏത് നഗരത്തിലുള്ള കുരങ്ങന്മാർ ഇവന്മാരെ പിടിച്ച് കാട്ടിൽ കൊണ്ടുവിട്ടു. കൊണ്ടുവിട്ട് 2 ദിവസം കൊണ്ട് ഇതെല്ലാം തിരിച്ചു വന്നു. തിരിച്ച് കുറേ എണ്ണം പുറത്ത് വന്ന എല്ലാം ചാവാനും തുടങ്ങി. ഫസ്റ്റ് പോസ്റ്റ്മോർട്ടം ഞാൻ മുറിച്ച് നോക്കുമ്പോൾ ടിപ്പിക്കൽ KFDയുടെ ലീഷൻസാണ്. ഞാൻ പാനിക്കായി. അപ്പം തന്നെ ഞാൻ പ്രൈമർ ഓർഡർ ചെയ്തു. എൻ്റെ സ്റ്റാഫ് ബാംഗ്ലൂരിൽ പോയി ഇതെടുത്തിട്ട് ഞാൻ PCR ചെയ്ത് നോക്കുമ്പോൾ കൺഫേം KFD. അപ്പോഴേക്കിങ്ങനെ കുരങ്ങന്മാരുടെ ഡെത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ പിന്നെ ഇത് ഹൈലി ഇൻഫെക്ഷൻസ് ആണ്. ജസ്റ്റ് ഒരു ഗ്ലൗസ് ഇട്ടല്ലേ ചെയ്യുന്നു. പിന്നെ കംപ്ലീറ്റ് നമ്മൾ പ്രൊട്ടക്റ്റീവ് വുഡൊക്കെ ഇട്ട് റിസൾട്ട് കിട്ടി വെച്ച് സീക്വൻസ് കിട്ടി വന്നപ്പോഴേക്ക് ഒരു 26 എണ്ണം ചത്തു. അപ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് സർവീസിന് വിവരം അറിയിച്ചു. KFD ആണ്, ഔട്ട് ബ്രേക്കാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഫസ്റ്റ് ഹ്യൂമൻ കേസ് വന്നു. 150 പേര് ഇൻഫെക്റ്റഡായി, 15 പേര് മരിച്ചു. വയനാട്
ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, ആക്ച്വലി നമ്മൾ എന്താ ചെയ്തത്, ഈ വൈറസ് ചില നിഷസിലുണ്ട്, അവിടേക്ക് കുരങ്ങന്മാരെ കൊണ്ടുവന്ന് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ തിരിച്ചുകൊണ്ട് കഴിയും. ദിസ് എ പൊട്ടൻഷ്യൽ. സോ ദാറ്റ് ഇസ് ദ സൂണോട്ടിക് ഇമ്പോർട്ടൻസ്. ഇവിടെയാണ് വൺ ഹെൽത്തിൻ്റെ ഇതൊക്കെ വരുന്നത്. ഇത് വലിയ കോൺട്രവേഴ്സിയാണ്. അപ്പോൾ ഇതിനെ വൺ ഹെൽത്തിനെ ഇപ്പം പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്നതിന് പല ആൾക്കാർ ഒരു ഹ്യൂമൻ സാധനമായിട്ട് അത് കാണുന്നത്. ഓക്കെ, ക്ലാസിക്കൽ വേറെ ഇഷ്ടംപോലെ എക്സാമ്പിൾ. റേബീസ് ആലോചിച്ച് നോക്കൂ. റേബീസ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഡോഗ്സിലാണ് വരുന്നത്. പക്ഷേ ഡോഗ്സിൽ റേബീസ് ഇങ്ങനെ നിൽക്കുമോ? റേബീസ് വന്നു കഴിഞ്ഞാൽ 99% ഡോഗ്സും ഇൻഫെക്റ്റഡ് ആവും, മരിക്കും. മനുഷ്യന്മാർ 99% മരിക്കും. വെൻ യു ഹാവ് ദ വൈറസ്. വൈറസ് എങ്ങനെ പിന്നെ നിലനിൽക്കുന്നത്? അതിന് റിസർവർ ഉണ്ട്, വൈൽഡ് റിസർവർ ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഇതെല്ലാം ബാറ്റ്സിൽ ഈ റേബീസ് വൈറസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഒരു വർക്ക് നടന്നിട്ടില്ല. ഇത് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജമ്പ് ചെയ്ത് നമ്മൾ സ്പിൽ ഓവർ എന്നാണ് പറയുക. ബൗണ്ടറി സ്പിൽ ഓവർ ചെയ്ത് കുറുക്കന്മാരിലേക്ക് വന്ന്, ഇല്ലേ മംഗൂസിലേക്ക് വന്ന്, അവിടുന്ന് ഡോഗ്സിലേക്ക് വന്ന്, ഡോഗ്സ് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഇല്ല. ഹ്യൂമൻ കഴിഞ്ഞാൽ ഡെഡായി. ഇതാണ് ഇതിൻ്റെ സൈക്കിൾ. ഇപ്പോഴും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുക, ഈ റേബീസ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഡിസീസാണോ അതോ ഡൊമസ്റ്റിക് ആനിമൽ ഡിസീസാണോ അതോ ഹ്യൂമൻ ഡിസീസാണോ? ഈ ആംഗിളിൽ, ഈ ട്രയാംഗിളിൽ കണ്ടാൽ മാത്രമേ വൺ ഹെൽത്ത് മുന്നോട്ട് പോകുള്ളൂ. അതിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നടക്കുന്നില്ല. വൺ ഹെൽത്ത് വെറും ഒരു ഹ്യൂമൻ ഹെൽത്തായിട്ട് മാറിയിട്ടുണ്ട്. മൾട്ടി ഫാസറ്റഡ് സയൻസാണ് ഫ്രീ റേഞ്ച് വൈൽഡ് ലൈഫ് മെഡിസിൻ. ഒത്തിരി കാലത്ത് അനുഭവങ്ങൾ, പഠനങ്ങൾ ഇത് നമുക്ക് അത്യാവശ്യമാണ്. അല്ലാണ്ട് നമുക്ക് ഒരു ആനിമലിനെ കുറിച്ച് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആ പ്രകൃതിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. പ്രകൃതിയിലുണ്ടാകുന്ന വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ധാരണ വേണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഇവർക്ക് മാത്രമേ ഫ്രീ റേഞ്ച് വൈൽഡ് ലൈഫ് മെഡിസിൻ പറ്റും. പലപ്പോഴും നടക്കുന്ന ഒരാൾക്ക് തന്നെ പറ്റത്തില്ല. അവിടെയാണ് കൊളാബറേഷൻ്റെ സ്കോപ്പ്. വി ഗോ ഫോർ കൊളാബറേഷൻ. ഒരു എക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് എക്കോളജി ഇതറിയാം. അപ്പോൾ നമ്മൾ പറയും ഇതാണോ എൻ്റെ ഡ്രൈവർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജെനറ്റിക്സ്, എൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, അതിൻ്റെ വേരിയേഷൻസ്. നമ്മൾ ലോകത്ത് പലവരുമായിട്ട് നമുക്ക് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അവർ അനലൈസ് ചെയ്ത് നമുക്ക് തരുമായിരുന്നു. ഹെർപ്പീസ് വൈറസിൻ്റെ പലതിൻ്റെ. ഇത് ടീം വർക്ക് ഉണ്ടാക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് ഇത് മൊത്തം അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതെല്ലാം സയൻസിൽ നിങ്ങൾക്ക് അവഗാഹം വേണം. അല്ലാണ്ട് വെറ്റനറി മെഡിസിൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു മെഡിസിൻ അറിയാമെന്ന് പറഞ്ഞിട്ടോ സർജറി അറിയാമെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാണ്. അപ്പോൾ പലപ്പോഴും വെറ്റനറിയൻസ് ചെയ്യുന്ന ഇത് പ്രൊട്ടക്ഷൻ സെക്ടറിലുള്ള വർക്ക്, ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആ ആനിമലിൻ്റെ പെയിൻ റിലീവ് ചെയ്യുക, ഇല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ള സംഭവം. നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ കൺസർവേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയൊരു പോപ്പുലേഷനെ കാണുന്നത്. ആ വ്യത്യാസം ഉൾക്കൊള്ളാൻ പഠിക്കണം. ദിസ് ഇസ് ടോട്ടലി ചാലഞ്ചിങ്.